الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ربنا حق هذا الشيخ تاج العلماء لا تردن سؤلنا بحق سيد المدني وبحق تاج العلماء. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أديا ديوننا وصححا أجسامنا سلما وعافنا بحق سيد المدني وبحق تاج العلماء. لا إله إلا الله أحينا إن كان خير في الحياة ربنا تمما بخيرنا بحق سيد المدني وبحق تاج العلماء. لا إله إلا الله لا إله إلا الله محمد رسول الله. لقن الحجة في القبر ونجي من لظى أدخلا جناتك بحق سيد المدني وبحق تاج العلماء. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ബഹുമാന്യരായ പണ്ഡിതന്മാർ, നമ്മുടെ ദർഗയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹനീഫ് ഹാജി, സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ സഖാഫി, മറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, വിശേഷിച്ച് സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാർ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ സമ്മേളിച്ചത് നമ്മിൽ നിന്ന് ഒരു പൊരുത്തപ്പെട്ട അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കും മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയം അല്ല, എങ്കിലും മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മഖാമിലേക്ക് മുഖാമുഖം നോക്കിക്കൊണ്ട് നടത്തുന്ന ഈ മഹത്തായ പരിപാടി നാം പറയുന്നതും ഇടപെടുന്നതും സംസാരിക്കുന്നതും എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തുക്കൾ നമ്മുടെ പരിസരത്ത് മീസാങ്കല്ലുകൾ പൊന്തി നിൽക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ, ഇതൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളുമായി ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന വേദികൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ശൈഖുന താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ ധീര നേതാവ് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് ആവേശവും ഊർജവും പകർന്നു തന്ന ആ മഹാപ്രതിഭ, ആ ഓടുമേഞ്ഞ വീടിൻ്റെ ഉള്ളിൽ നിന്ന് മനോഹരമായ തലപ്പാവ് ധരിച്ച് ദിക്റുകളെ കൊണ്ട് ചരിക്കുന്ന ചുണ്ടുകളും അതിനനുസരിച്ചുകൊണ്ട് അനങ്ങിക്കൊണ്ടിരിക്കുന്ന വിരലുകളുമായി ആ പള്ളിയിലേക്ക് നടന്നു വരുന്നതും, അതുപോലെ ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളിലൊക്കെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് പ്രധാന സ്ഥാനത്ത് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇരിക്കുന്നതും മനസ്സിൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. 1993 ഞാനിവിടെ വിദ്യാർത്ഥിയാണ്. അന്നു മുതൽ ഇന്നു വരെ നടന്ന എല്ലാ ഉറൂസിലും ഒരു പ്രഭാഷകനായി ഞാനിവിടെ എത്താറുണ്ട്. മഹാനായ താജുൽ ഉലമ തന്നെ തുടക്കം കുറിച്ച അൽഹംദുലില്ലാ ആ പ്രഭാഷണ വേദിയിലേക്കുള്ള വിളി ഇന്നും ഈ സമയവും അത് നടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളൊക്കെ ആരൊക്കെ അടുത്ത പരിപാടിക്ക് ഉണ്ടാകുക നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും സലാമത്തും തരുമാറാവട്ടെ. അന്ന് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവിടെ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ് കുറഞ്ഞ വാക്കുകളെ കൊണ്ടുള്ള അതിവിശാലമായ പ്രാർത്ഥന. തൊട്ടു ബാക്കിലിരിക്കുന്നത് ആഷിഖുർ റസൂൽ മഹാനായിരിക്കുന്ന താഴക്കോട് ഉസ്താദ്, തൊട്ട് ചേർന്നിരിക്കുന്നത് പണ്ഡിത പ്രതിഭ മഹാനായിരിക്കുന്ന ബാബ ഉസ്താദ് നമ്മുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. അള്ളാഹുവേ അവരൊക്കെ ദർജ നീയറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ മഹാനായിരിക്കുന്ന ബെയ്ത്താർ ഉസ്താദ്, തങ്ങൾ ഉസ്താദ്, അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ ബാക്കിലിരിക്കുന്നു. ഇപ്പുറത്ത് ഇന്ന് ഹനീഫ ഹാജിയും ഷിഹാബ് സഖാഫിയും ഇരിക്കുമ്പോൾ അന്ന് UK ഇബ്രാഹിം ഹാജിയും നമ്മുടെ പൊടിയാക്കാനെ പോലത്തെ ആളുകളൊക്കെ ഇരുന്നിരുന്ന് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കാണുകയാണ്. അള്ളാഹുവേ അവരൊക്കെ മരിച്ചുപോയി, അവർക്കൊക്കെ നീ ദർജയേറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ മുമ്പിലിരിക്കുന്ന വേദിയിൽ ഇന്ന് ചെറുപ്പക്കാരായ പലരും മുമ്പിലിരിക്കുമ്പോൾ അന്ന് ഈ നാടിൻ്റെ പല കാരണവന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഈ വേദിയെ വീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഉമ്മമാരിവിടെ ഉണ്ടായിരുന്നു, പല സഹോദരിമാരുണ്ടായിരുന്നു. പലരും ഇന്ന് മണ്ണറയിലാണ്. അല്ലാഹുവേ ആ മണ്ണറകൾ നീ മണിയറയാക്കണേ പടച്ചോനെ. ആ മണ്ണറകൾ
നീ മണിയറയാക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ആ മണ്ണറകളെ നീ മണിയറയാക്കണേ അല്ലാ. ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അന്ന് താജുൽ ഉലമ ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന കാലം നമുക്കൊന്നും ഓർക്കാൻ കഴിയാത്ത കാലമാണ്. നമ്മളൊക്കെ ജനിക്കാത്ത, നമ്മിൽ പലരും ജനിക്കാത്തൊരു കാലം. അന്ന് ഓലമേഞ്ഞ വീടുകളിലാണ് ജനങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അന്നൊരു വാഹനം ഇവിടെ ഓടുന്നത് കാണാൻ കഴിയാത്ത കാലം. ബ്രിട്ടീഷുകാർ നമുക്ക് സമ്മാനിച്ചു പോയ വെറും ഒരു റെയിൽവേ, അതിലൂടെ തീത്തുപ്പുന്ന വണ്ടികൾ മാത്രം സഞ്ചരിച്ചിരുന്നൊരു കാലം. അന്ന് മംഗലാപുരത്ത് വന്ന് ട്രെയിനിൽ ഇറങ്ങിക്കൊണ്ട് പോത്തുവണ്ടിയിൽ കയറിക്കൊണ്ട് മഹാനായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഉള്ളാളത്തുള്ള ആളുകൾ ചെന്നുകൊണ്ട്, അന്നത്തെ ഏറ്റവും നല്ല വാഹനം പോത്തുൻ്റെ വണ്ടിയാണ്, പോത്തുവണ്ടി. ആ വണ്ടിയിൽ പോയി മഹാനായ ശൈഖുനയെ സ്വീകരിച്ചു കൊണ്ടുവന്ന ചരിത്രം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് നമ്മളൊക്കെ ദാരിദ്ര്യമുള്ളവരായിരുന്നു. നമ്മളൊക്കെ അന്ന് പാവങ്ങളായിരുന്നു. മീന് കടപ്പുറത്ത് ചെന്ന് മീൻ കൊണ്ടുവന്ന് മീൻ വിറ്റും, മീനുകൾ ഉണക്കി അത് വിറ്റും, കടലിൽ മീൻ പിടിക്കാൻ പോയും ഒക്കെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം. പക്ഷേ അല്ലാഹു വലിയ മാറ്റങ്ങൾ തന്നു. ഇന്ന് നമുക്കൊക്കെ അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ തന്നു. അനുഗ്രഹങ്ങൾ തന്നപ്പോൾ പലരും ദീന് മറക്കാൻ തുടങ്ങി, മഹാന്മാരെ മറക്കാൻ തുടങ്ങി, ഔലിയാക്കളെ മറക്കാൻ തുടങ്ങി, ആരിഫീങ്ങളെ മറക്കാൻ തുടങ്ങി, അവരെ നിഷേധിക്കാൻ തുടങ്ങി, പുതിയ പേരുകൾ സ്വീകരിക്കാൻ തുടങ്ങി. വഹാബിയാകണമെന്ന് കൊതിച്ചുപോയി, സലഫിയാകണമെന്ന് കൊതിച്ചുപോയി, മൗദൂദിയാകണമെന്ന് കൊതിച്ചുപോയി, തബ്ലീഗാകണമെന്ന് കൊതിച്ചുപോയി. അങ്ങനെ പുത്തൻ വാദങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു ദുർഗതിയിലേക്ക് നാം എത്തിപ്പെട്ടു. അല്ലാഹു എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ മദനി തങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ നോക്ക്, ഈ ഉള്ളാളം എന്ന് പറയുന്ന നാട് എത്ര പ്രസിദ്ധമായ നാടാണ്. ഉള്ളാൾ എന്ന് പറയുന്ന ഈ നാടിന് അർത്ഥം നൽകിയത്, ഉള്ളാൾ എന്ന് പറയുന്ന ഈ നാടിനെ ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടുപോയി വെച്ചത് രണ്ട് മഹാപ്രതിഭകളാണ്. ഒന്ന് മഹാനായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വന്ന് ഇവിടെ സ്ഥാപനത്തിൽ മുദരിസായി, പള്ളിയിൽ ഖാദിയായി ഇവിടെ ജോലിയേൽക്കുന്നതോടുകൂടി ഈ നാടിൻ്റെ ശ്രുതി ലോകം മുഴുവനും പരന്നുകൊണ്ടിരുന്നു. അതിൻ്റെ മുമ്പ് തന്നെ ഉള്ളാളം എന്ന് പറയുന്ന നാട് പലരുടെയും ഹൃദയത്തിൽ കയറിയിറങ്ങിയത് ആത്മീയ ലോകത്ത് നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായിരിക്കുന്ന സയ്യിദുന മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇന്നും ആ നാട്, ഉള്ളാളം എന്ന് പറയുന്ന നാട്, ലോകത്തിൻ്റെ നെറുകയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മഹാവ്യക്തിത്വങ്ങളിലൂടെയാണ്. ഇവർ രണ്ടാളും ഇല്ലെങ്കിൽ ഉള്ളാളം ആരും അറിയില്ല, ഉള്ളാളം ആരും അറിയില്ല. മദനീത്തങ്ങളും താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് രണ്ടുപേരും ഇല്ലെങ്കിൽ ഈ നാട് നമുക്കാർക്കും അറിയാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, ഉള്ളാളത്തൊരു ഉറൂസ് നടക്കുകയാണ്. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഉറൂസ്. ഈ ഉറൂസിലേക്ക് ഉള്ളാളത്തുകാരായ നാം വരുന്നതിലേറെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും, കേരളത്തിൽ നിന്നും, കർണാടകയിൽ നിന്നും, തമിഴ്നാടിൽ നിന്നും, നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും മഹാനായ ശൈഖുന ബഹുമാനപ്പെട്ട മദനി തങ്ങളുടെ ഹദ്റത്തിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ആളുകൾ ഇങ്ങനെ വരുന്നത്? മദനി തങ്ങളുടെ അടുത്തേക്ക് എന്തിനാ എല്ലാവരും ഇങ്ങനെ വരുന്നത്? ഒരു ഗുണമില്ലാതെ ആൾക്കാർ വരുമോ? ഒരു ഗുണവുമില്ലാതെ അവരുദ്ദേശിക്കുന്ന വിഷയത്തിൽ ഒരു സംരക്ഷണമോ ഒരു വിജയമോ കിട്ടാതെ ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് വിദൂര ദിക്കിൽ നിന്ന് ആളുകൾ ഇവിടെ വരുമോ? ആരും വരില്ല.
മഹാനായ ഷെയ്ഖുന താജുലുലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്ത്യവിശ്രമം കൊള്ളുന്ന എട്ടിക്കുളത്ത് നിന്നാൽ നിങ്ങൾക്ക് കാണാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആലിമീങ്ങൾ അവിടെ വരുന്നു, സാദാത്യങ്ങൾ വരുന്നു, മുത്തഅല്ലിമീങ്ങൾ വരുന്നു, സാധാരണക്കാർ വരുന്നു. എത്രയോ ദൂരദിക്കിൽ നിന്ന് തേടി തെരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ അവർ വരുമോ? ഒരു വിഷയം അവർക്ക് കിട്ടാതെ അവർ വരുമോ? നാം ആദ്യം ചെയ്യേണ്ടത് ഈ മഹത്തുക്കളെ നാം അടുത്തറിയണം. ഈ മഹത്തുക്കളെ നാം കൽബിൽ നിറച്ചു വെക്കണം. ഞാൻ ഓർത്തു പോവുകയാണ്, മഹാനായിരിക്കുന്ന മദനി തങ്ങൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എത്രയോ വിഷയങ്ങൾ നമ്മുടെ അനുഭവത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മദനി തങ്ങൾ എത്രയോ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. മഹാനായ മദനി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നീലഗിരിയിൽ നിന്ന് എൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അളിയന് തീരെ സുഖമില്ല, ശക്തമായി പനിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് പനിക്കുന്നു, കാലിൻ്റെ ഒരു ഭാഗത്തൊരു മുറിവ് വന്നിട്ട് മുറിവ് മാറുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മദനി തങ്ങളെ പേര് നീ എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്ക്, എന്നിട്ട് മദനി തങ്ങളെ പേര് യാസീൻ ഓതി ദുആ ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, പനി കൂടുതലാണ്, വല്ലാത്ത പനി വരിക്കുന്നുണ്ട്, കാലുമ മുറിയായ ഭാഗത്തുനിന്ന് പഴുപ്പൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അളിയ മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ആമീൻ. പെങ്ങൾ പറയുക, 2ാമത്തെ ദിവസം പനി വർദ്ധിച്ച ആ സമയത്ത് ആ പഴുപ്പുള്ള ഭാഗത്ത് പെട്ടെന്നൊരു തുണി എടുത്തിട്ട് അതിൻ്റെ പഴുപ്പ് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണം അതിൻ്റെ അകത്തു നിന്ന് പോകും. അവിടെ കൂടി അസുഖമൊക്കെ മാറി, എല്ലാ പ്രശ്നം മാറി. എത്രയോ ദിവസങ്ങൾ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ട് വളരെ ബേജാറായ വിഷയങ്ങൾ മഹാനായ മദനി തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് യാസീൻ ഓതി ദുആ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് ആ വിഷയം ഇന്ന വിഷയമാണെന്ന് ബോധ്യപ്പെടുന്ന നിലക്ക് നമുക്ക് ശിഫിയാകാൻ കഴിഞ്ഞു. അത് എപ്പോൾ നമ്മുടെ പഠിക്കുന്ന കാലത്തുള്ളതാണ്. അതിലേറെ വലിയ അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ മദനി ഉസ്താദ് അയാൾ പോയാ, ഉച്ചില മദനി ഉസ്താദ് പോയാ? മാഷാ അല്ലാഹ്. ഞാനിവിടെ പഠിക്കുന്ന അന്ന്, ഉള്ളാളത്ത് പഠിക്കുന്ന അന്ന് കോടിയിലേക്ക് വഅള് പറയാൻ വേണ്ടി കൊണ്ടുപോയി ഇദ്ദേഹം. വഅള് പറയാൻ വേണ്ടി പോകുമ്പോൾ അന്ന് ബസ്സിലാണ് പോകുന്നത്. ഇവിടുന്ന് താഴക്കുളസ്ഥാൻ്റെ സബക്കൊക്കെ കഴിഞ്ഞ് തൊക്കോട്ട് പിന്നെ അവിടെ പോയി നിന്ന് മാസിക്കട്ട് പോയി നിന്നിട്ട് പിന്നെ ബസ് കയറിയിട്ട് അങ്ങനെ അന്ന് പോലെ. അപ്പോൾ തൊക്കോട്ട് കഴിഞ്ഞപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഭാര്യ ഗർഭിണിയാണ്, വളരെ സീരിയസ് ആണ്, അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറണം, ഞാനൊന്ന് കയറി കണ്ടിട്ട് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും പോയി. ആ മാംഗ്ലൂർ നഴ്സിംഗ് ഹോമാണോ എന്നൊരു സംശയമുണ്ട് അല്ലേ? 30 വർഷമായി. അങ്ങനെ അവിടെ പോയി ഞാൻ താഴെ ഇരുന്നു. മൂപ്പര് പോയി വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, വളരെ സീരിയസ് ആണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ മദനിയാണ്, ഞാനവിടെ പഠിക്കുന്ന ആളുമാണ്, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് പറയുന്നു. 20 മിനിറ്റ് സമയം വാങ്ങിയിട്ട് നിങ്ങൾ വരുന്നു. മൂപ്പര് പോയി 20 മിനിറ്റ് സമയം വാങ്ങിയിട്ട് വന്നു. ഞങ്ങളവിടെ ഇരുന്നു കൊണ്ട് 3 യാസീന് മദനി തങ്ങളെ പേരിൽ ഓതി. 3 യാസീൻ ഓതിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ മദനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഇപ്പം തന്നെ ഇതൊരു വിജയം കാണണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ 3ാമത്തെ യാസീൻ ഓതി ഞങ്ങൾ ദുആ ചെയ്ത് അദ്ദേഹം മുകളിൽ കയറി ഇറങ്ങി വന്നിട്ട് തന്നെ ഭാര്യ പ്രസവിച്ചിട്ടോ, ഒരു പ്രശ്നമില്ല എന്ന്. മദനി തങ്ങളെ നമ്മൾ അടുത്തറിയണം, മദനി തങ്ങളെ നമ്മൾ അടുത്തറിയണം. ഇതിനേക്കാളും സീരിയസ് ആയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ടൗൺ പള്ളിയിൽ ഞാൻ ഖത്തീബായി സേവനം ചെയ്യുമ്പോൾ ഇതേപോലെ ഒരാൾ, നമ്മളൊരു പ്രവർത്തകനായ ഒരാൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അയാളെ കാണാൻ വേണ്ടി പോയി. ഞാൻ അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ബാക്കിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മോള് ചെറിയ പ്രായമാണ്, അവളെ ഫസ്റ്റത്തെ പ്രസവമാണ്, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ശാരീരികമായിട്ട് വലിയ ക്ഷീണമുള്ള കുട്ടിയാണ്, ഭയങ്കര ബേജാറുണ്ട് ഉസ്താദേ എന്ന്. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്കപ്പോൾ അങ്ങനെ തോന്നിയത്, കുട്ടി ജനിച്ചാൽ മുഹമ്മദ് ഷരീഫുൽ മദനി എന്ന് പേരിട്ടോ.
പ്രസവിച്ച് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലിയർ ആയതിൻ്റെ ശേഷം നേരെ മദീനീ തങ്ങളത്തേക്ക് കൊടുന്നോളിയും, ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. ഞാൻ എൻ്റെ റൂമിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇയാൾ ബാക്കിൽ ഓടി വരുന്നു, ഉസ്താദെ തിയേറ്ററിൽ വെച്ചിട്ട് പെണ്ണിന് ഇങ്ങനെ ഒരു വിറയൽ വന്നു, ഓപ്പറേഷൻ നടന്നില്ല, അവൾ പ്രസവിച്ചു, ക്ലിയർ ആയി. ഇത് മദീനീ തങ്ങളാണ്. ഇത് ഈ സലഫി പറയുന്ന വർത്താനല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ അനുഭവങ്ങൾ, നേരിട്ടുള്ള നമ്മളെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. ഔലിയാക്കളെ നമ്മൾ മനസ്സിലാക്കണം, ഔലിയാക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേടുന്നത് കൊണ്ടാണ് കാണാ ദുഃഖിൽ നിന്ന് ആളുകൾ ഓടിത്തേടി മഹാനായ മദീനീ തങ്ങളുടെ ഹദറത്തിലേക്ക് വരുന്നത്. മഹാനായ ശൈഖുനാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു അവർക്ക് ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. രാത്രി ഒരു ദിവസം 2 മണിക്ക് ഞാനവിടെ ശരീഅത്ത് കോളേജിൽ ഇപ്പോൾ അവിടെ കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുക, അവിടെ മുദരിസാൻ. 2 മണി സമയത്ത് മുത്തഅല്ലിമീങ്ങൾ വന്നിട്ട് എൻ്റെ വാതിൽ മുട്ടുകയാണ്. എൻ്റെ വാതിൽ മുട്ടുന്നു രാത്രി 2 മണി സമയത്ത്. ഞാനാകെ ബേജാറായിപ്പോയി, എന്ത് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് കരുതി. വാതിൽ തുറന്നപ്പോൾ പറഞ്ഞു, ഉസ്താദെ നമ്മൾ അനസ് എന്ന് പറയുന്ന കുട്ടി വയറുവേദനയായിട്ട് സഹിക്കാൻ കഴിയാതെ കടന്ന് പെടയാണ്, വളരെ വിഷമത്തിലാണെന്ന്. ഞാൻ ചെന്ന് റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ അനസ് എന്ന് പറയുന്ന കുട്ടി കഴിഞ്ഞ വർഷം സനത് വാങ്ങിപ്പോയാണ്. ആ കുട്ടി വയറുവേദന കൊണ്ട് പിടഞ്ഞ് 2 കൈയും ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ 2 മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നേരെ മഖാമിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരെ ഈ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് പോയിക്കോ, എന്നിട്ട് മഖാമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ പറയണം മദനി ഉസ്താദ് പറഞ്ഞയച്ചതാണ്, അനസ് പറഞ്ഞ കുട്ടിക്ക് സുഖമില്ലാതെ പടയുന്നതിക്ക് മന്ത്രിക്കാൻ പറഞ്ഞിരിക്കണമെന്ന് പറയണം. പച്ചയിലാണ്ട് പറഞ്ഞോന്നു, വേറെ നിങ്ങളൊന്നും പറയണ്ട. അതേപോലെ പോയി ആ കുട്ടികൾ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവന്നു, ഇവന് കുടിക്കാൻ വേണ്ടി കൊടുത്തു. സ്പോട്ടിൽ അവൻ എഴുന്നേറ്റ് അവിടെ ഇരുന്നു. അൽഹംദുലില്ലാ, ഇന്ന് വരെ അവൻ്റെ ഒരു വയറുവേദനയും പ്രശ്നവും പിന്നെ ഉണ്ടായിട്ടില്ല. ഇതാണ് താജുൽ ഉലമയും മദീനീ തങ്ങളും എന്നൊക്കെ പറഞ്ഞ ഇതാ. അള്ളാഹു അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവരൊക്കെ എവിടെ? മഹാനായ താജുൽ ഉലമ എവിടെ? മഹാനായ മദീനീ തങ്ങൾ എവിടെ? ആഷിഖുർ റസൂലായി നമ്മുടെ മുമ്പിൽ നിന്ന് തസവുഫിൻ്റെ അങ്ങേയറ്റം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ച മഹാനായ താഴക്കോട് ഉസ്താദ് എവിടെ? 4 പതിറ്റാണ്ടിലേറെക്കാലം ഈ മദീനീ പള്ളിയിൽ ഇരുന്നു കൊണ്ട് 100 കണക്കിന് മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിയ ബാബ ഉസ്താദ് എവിടെ? ഒരു കൈക്ക് സുഖമില്ലാതെ, ഒരു കൈ പോലും നഷ്ടപ്പെട്ടിട്ട് ഒരൊറ്റ ദിവസവും മുടങ്ങാതെ നമ്മുടെ പള്ളിയുടെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ വന്നുകൊണ്ട് 100 കണക്കിന് ആലിമീങ്ങൾക്ക് ദർസ് നടത്തിയ മഹാനായ ബൈത്താർ ഉസ്താദ് എവിടെ? ഐനൽ ഉലമാഉൽ കിറാം, ഐനൽ ഉലമാഉൽ കിറാം. സുബ്ഹാനല്ലാഹ്, അവരൊക്കെയും യാത്രയായി യജമാനനായ റബ്ബിലേക്ക് യാത്രയായി. അതാണ് മടക്കയാത്ര. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ മയ്യിത്ത് കൊണ്ടുപോയി നാം ഖബറിൽ വെക്കുന്ന സമയമുണ്ട്. നിങ്ങൾ നോക്കും മുമ്പിനെ എത്ര ആളുകളാണ് ആ ഖബറിൽ കിടക്കുന്നത്. ആ കെട്ടുകൾക്കടിയിൽ എത്ര ആളുകളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒന്ന് ചെറിയാനും അറിയാനും കഴിയാതെ, ഒന്നപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീണിറ്റിരിക്കാൻ കഴിയാതെ ആ കുടുസായ ഖബറിൻ്റെ ഉള്ളിൽ എത്ര വർഷക്കാലമായി മഹത്തുക്കളൊക്കെ കിടക്കുന്നു. നമ്മുടെ ഉപ്പമാര് കിടക്കുന്നു, നമ്മുടെ ഉമ്മമാര് കിടക്കുന്നു, നമ്മുടെ സഹോദരിമാര് കിടക്കുന്നു. അതേ, അവരെ കൊണ്ടുപോയി വെച്ച ആ ഖബറിൻ്റെ മുകളിലേക്ക് മിൻഹാ ഖലഖ്നാകും
വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് ഉപ്പാന്റെ തലയിലേക്ക് മണ്ണ് വാരിട്ടവരാണ് നമ്മൾ. ഉമ്മന്റെ തലയിലേക്ക് മണ്ണ് വാരിട്ടവരാണ്. പെങ്ങളുടെ, ഭാര്യയുടെ, മക്കളുടെ, ഉസ്താദുമാരുടെ തലയിലേക്ക് മണ്ണ് വാരിട്ട് വന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതുപോലൊരവസ്ഥ നമുക്കും വരാനിരിക്കുന്നു. അതാണ് മടക്കയാത്ര നമുക്കും വരാനിരിക്കുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിലുള്ള മടക്കയാത്ര. നമ്മുടെ മഹത്തുക്കൾ മരിച്ചതും കുടുംബങ്ങൾ മരിച്ചതൊക്കെ അതാണ് നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. റഹ്മുർ-റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബ് നമ്മയെല്ലാവരെയും നല്ല രൂപത്തിൽ, നല്ല റാഹത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ആസ്വദിച്ച് റാഹത്തോടെ മരിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഞാൻ ഓർത്തുപോവുകയാണ്. അവസാന ഘട്ടം എന്തൊരു ഭംഗിയുള്ള യാത്രയായിരുന്നു. മഹാനവറുകളുടെ യാത്ര എന്തൊരു ഭംഗിയുള്ള യാത്രയായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് മഹാനവറുകൾ ദിക്റുകൾ ചൊല്ലുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റിങ്ങനെ ചൊല്ലുന്നു. ചൊല്ലി 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 ദിക്റിനിങ്ങനെ ശക്തി മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ കടുപ്പിച്ച് ചൊല്ലി 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 പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ തണുക്കാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വാലിഹീങ്ങളുടെ മരണമാണ് പറഞ്ഞത്. സ്വാലിഹീങ്ങളുടെ യാത്രയാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലുള്ള യാത്ര നമുക്കെല്ലാവർക്കും തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, മരണം എവിടെയാണ്? വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ വെച്ച് മരിക്കും, എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും, ആർക്കും അറിഞ്ഞുകൂടാ. ഏതൊരു മനുഷ്യനും ഏതൊരു നാട്ടിലാ മരിക്കുക, എവിടെയാ മരിക്കുക എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നേരത്തെ പറഞ്ഞില്ലേ, മിൻഹാ ഖലഖനാക്കും എന്ന് പറഞ്ഞില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ മുഴുവനും മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഏതെല്ലാം മണ്ണിൽ നിന്ന് അവൻ സൃഷ്ടിച്ചോ ആ മണ്ണിലേക്ക് തന്നെ അവൻ മടങ്ങിയെത്തുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ജന്നത്തുൽ ബഖയിലെ മണ്ണിൽ നിന്നാണ് ഒരുത്തൻ്റെ ശരീരത്തിലേക്ക് അള്ളാഹു പടക്കാനുള്ള മണ്ണ് ശേഖരിച്ചിട്ടുള്ളത് എങ്കിൽ അവൻ ജന്നത്തുൽ ബഖയിൽ തന്നെ മരിക്കാനെത്തും. മക്കയിൽ നിന്നാണ് അവൻ്റെ മണ്ണുള്ളതെങ്കിൽ മക്കയിൽ തന്നെ മരിക്കാനെത്തും. അങ്ങനെ ഏത് രാജ്യത്ത് ഉള്ളാളത്തുനിന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കരുതി ഇങ്ങനെ കാത്തിരിക്കുമായിരിക്കും. വേറെ എവിടെയെങ്കിലും പോയി മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരായിരിക്കും. പക്ഷേ ഏത് സ്ഥലത്തു നിന്നാണോ നമുക്ക് മരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി വെച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് കൃത്യമായി നമ്മൾ എത്തുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഒരു ഖബർ കുഴിക്കുന്ന സംഭവം മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഖബർ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട സഹാബത്തെ, നിങ്ങൾ ആർക്കാ ഖബർ കുഴിക്കുന്നത്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഹബശക്കാരനായിരിക്കുന്ന ഒരുത്തന് വേണ്ടിയാണ് ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, അത് അവൻ്റെ മണ്ണ് അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, അവനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള മണ്ണ് അവിടെ നിന്നാണ് ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മണ്ണ് അവിടെ തന്നെ എത്തും, അവൻ്റെ ജഡം അവിടെ തന്നെ എത്തും. ഏത് സ്ഥലത്തു നിന്നാണോ മണ്ണെടുത്തിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിയെത്തും.
പറന്നെത്തും. അവിടെ ആ സ്ഥലത്തേക്ക് അവൻ പറന്നെത്തും. മഹാനായിരിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ ഒരിക്കൽ ഒരു സമുദായത്തിന് തൻ്റെ ഉമ്മത്തിന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മത്തിന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, സുലൈമാൻ നബിയെ, ഞാൻ ഇന്ത്യക്കാരനാണ്, എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം, ഹിന്ദിയിലേക്ക് പോകണം, പെട്ടെന്ന് പോകണം. എന്തിനാണ് നീ പെട്ടെന്ന് ധൃതിപ്പെട്ടു പോകുന്നത്? സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ആ വ്യക്തി പറയുകയാണ്, ഓ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ അതാ ഒരു വ്യക്തി, ഞാൻ അറിയാത്തൊരു വ്യക്തി എൻ്റെ മുഖത്തേക്ക് വന്ന് വളരെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ എന്നെ ശ്രദ്ധിച്ചു. അയാളെൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ പേടിപ്പിച്ചുകൊണ്ട് തിരിച്ചുപോയി. അയാളെ കണ്ടതോടുകൂടി എൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സിന് യാതൊരു സമാധാനവുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ വീട്ടിലേക്കെത്തണം, ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിലേക്കെത്തണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട്. കാറ്റിലൂടെ സഞ്ചരിക്കാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. കാറ്റിനെ വിളിച്ചിട്ട് സുലൈമാൻ നബി പറഞ്ഞു, ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുയാക്കുക എന്ന് പറഞ്ഞു. ഇവൻ എവിടെയാണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി ആക്കുമെന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, കാറ്റ് ഇവനുമായി എവിടെ ചെന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നാട്ടിലേക്ക് ഇവനെത്തി. വീട്ടിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഉമ്മരത്തിങ്ങനെ കാത്തുക്കുന്നുണ്ട്. ഉമ്മരത്തിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അസ്റായീൽ അലൈഹിസ്സലാം. ഇയാളെ കണ്ടപ്പോൾ ഒന്നും കൂടെ പേടിച്ചു. ഹോ, ഇയാളാണല്ലോ നേരത്തെ എന്നെ പേടിപ്പിച്ചത്, എന്നെ നേരത്തെ പേടിപ്പിച്ചത് ഈ മനുഷ്യനാണല്ലോ, അയാളെന്നെ ഇവിടെയും വന്നല്ലോ. സുബ്ഹാനല്ലാഹ്, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അസ്റായീൽ അലൈഹിസ്സലാം ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഞാൻ അയാളെ പേടിപ്പിച്ചത്, അയാളെ നിങ്ങളുമായി കൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ സ്ഥലം അദ്ദേഹം മരിക്കേണ്ട സ്ഥലമല്ല. അദ്ദേഹത്തിന് മരിക്കാൻ അല്ലാഹു തീരുമാനപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഇന്നാലിന്ന ഭാഗമാണ്. അവിടത്തേക്ക് അയാൾ എത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ വന്ന് പേടിപ്പിച്ചു പോയത്. പക്ഷേ ഞാൻ അയാളെ മുഖത്തേക്ക് നോക്കി, അയാൾ ഭയപ്പെടലോടുകൂടെ അയാളെ വീട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ എവിടുന്നാണോ റൂഹ് പിടിക്കാൻ കൽപ്പിച്ചത് ആ സ്ഥലത്തേക്ക് തന്നെ അയാൾ കൃത്യസമയത്ത് എത്തിയല്ലോ. നിങ്ങളെ ഇതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, ചില ആളുകൾ കുറേ കാലം ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങും. പക്ഷേ ഗൾഫിലേക്ക് പോകാൻ അയാൾക്കൊന്നും ശരിയായില്ല. അങ്ങനെ കുറേ കാലത്തിന് ശേഷം പെട്ടെന്ന് അയാൾ ഗൾഫിലേക്ക് പോകുന്നു. അപ്പോഴാണ് ആ ദുഃഖവാർത്ത വരുന്നത്. ഗൾഫിലെത്തി 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഗൾഫിൽ വെച്ച് അയാൾ മരണപ്പെട്ടിരിക്കുന്നു. അതേപോലെ ഗൾഫിലേക്ക് ജോലിക്ക് പോയി 4-5 വർഷങ്ങളൊക്കെ അവിടെ കഴിഞ്ഞുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് വരുന്നത്. 2-ാമത്തെ ദിവസമാകുമ്പോഴേക്ക് അയാളതാ മരിച്ചു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ടൈം അവിടെയാണ് കണക്കാക്കിയത്. ചിലരതാ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് തളർന്നു വീഴുന്നു, ചിലർ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ട് മരിക്കുന്നു, ചിലർ ബാത്റൂമിൽ വെച്ചുകൊണ്ട് മരിക്കുന്നു. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്, ഈ കാണുന്ന ഇരുത്തമൊന്നും ഇരുത്തമല്ല, ഈ നോട്ടമൊന്നും നോട്ടമല്ല. ഇതൊക്കെ അവസാനിക്കുന്നൊരു സമയമുണ്ട്. ആ സമയമാണ് മടക്കയാത്രക്കുള്ള സമയം. ആ സമയം എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നീ
രാവിലെയായി കഴിഞ്ഞാൽ ഫലാ തൻതുലിൽ മസാ, നീ വൈകുന്നേരം പ്രതീക്ഷിക്കരുത്. നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ രാവിലെ പ്രതീക്ഷിക്കല്ലേ. രാത്രി കിടന്നുറങ്ങുന്ന മനുഷ്യൻ ഇനി ഒരു രാവിലെയുണ്ട് എന്ന് പ്രതീക്ഷിക്കണ്ട. രാവിലെ എഴുന്നേറ്റ മനുഷ്യൻ ഇനി ഒരു വൈകുന്നേരമുണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട. എത്രത്തോളം മഹത്തുക്കൾ പറയുന്നുണ്ട് എന്നറിയോ? മുഅ്മിനായ മനുഷ്യനോട് പറയാണ്, ഏ മുഅ്മിനായ മനുഷ്യ, ഏത് സെക്കൻഡും അത് നിന്റെ അവസാന സെക്കൻഡാണെന്ന് നീ മനസ്സിൽ കരുതണേ. ളുഹ്ർ നിസ്കരിക്കാൻ നീ പള്ളിയിലെത്തിയാൽ ഇനി ഒരു ളുഹ്ർ നിസ്കാരമുണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ ഇനിയൊരു അസ്ർ നിസ്കാരമുണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട. മഗ്രിബിന് വന്നാൽ ഇനിയൊരു മഗ്രിബുണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട. പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ ഇത് നിന്റെ അവസാനത്തെ പെരുന്നാളാണെന്ന് നീ മനസ്സിലാക്കിക്കോ. രാവിലെ നീ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി നീ അവിടുന്ന് കുളിച്ച് വൃത്തിയായി പുറത്തേക്കിറങ്ങുമ്പോൾ നീ മനസ്സിലാക്കണം, ഇത് എൻ്റെ അവസാനത്തെ കുളിയാണ്. ഇനി എനിക്ക് സ്വന്തമായി കുളിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇനി എൻ്റെ മക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ചേർന്ന് എന്നെ കുളിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം. നീ നല്ലൊരു ഡ്രസ്സ് ധരിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, ഇത് നിൻ്റെ അവസാനത്തെ ഡ്രസ്സാണ്. ഇനി നിനക്ക് ഡ്രസ്സില്ല. ഇനി നിനക്കുള്ള ഡ്രസ്സ് സുബ്ഹാനല്ലാഹ് 3 കഫംപുടയാണ്. ഓ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു യാത്രയെക്കുറിച്ചൊരു മനുഷ്യൻ എപ്പോഴും ഓർക്കണം. തൻ്റെ ഖബറിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കണം. ഇതാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്, ആലിമീങ്ങൾ പഠിപ്പിക്കുന്നത്, മഹാന്മാരായ സാദാത്യങ്ങൾ പഠിപ്പിക്കുന്നത്, ഹദീസുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എല്ലാ സമയത്തും മുഅ്മിനായ മനുഷ്യൻ കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഓ മനുഷ്യ, എപ്പോഴും ആ കബറാളികളെ കൂട്ടത്തിൽ നിന്നെയും എണ്ണി വെച്ചോ. ഉപ്പൻ്റെ കബറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നീ ഇങ്ങനെ നോക്കിക്കോ, ഒഴിഞ്ഞൊരു സ്ഥലം. റബ്ബേ, നാളെ എൻ്റെ കബർ ഇവിടെയാണ്. ഇന്ന് ഞാൻ ഉപ്പൻ്റെ ഖബറിൻ്റെ അടുത്തേക്കാ വന്നത്, എൻ്റെ ഉമ്മൻ്റെ ഖബറിൻ്റെ അടുത്തേക്കാ വന്നത്. നാളെ എൻ്റെ ഖബർ എവിടെയാണെന്ന് നീ മനസ്സുകൊണ്ട് തീരുമാനപ്പെടുത്തിക്കോ. ഒരുപക്ഷേ നീ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നിന്റെ മയ്യത്തും കെട്ടില് നിന്റെ വീട്ടിലേക്ക് വരും കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തുള്ള മരണം നമുക്കൊക്കെ തരട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഏതവസ്ഥയിൽ മരിക്കുകയാണെങ്കിലും ഈമാൻ രക്ഷപ്പെടുന്ന മരണം അല്ലാഹു നൽകുമാറാവട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വെട്ടിമുറിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ അപകടങ്ങളിൽ നിന്നുള്ള മരണത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മിനിങ്ങളെ, ആ ഒരു ജഡം, നമ്മുടെ ശരീരം എന്ന് നാം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഈ ജഡമുണ്ടല്ലോ, ഈ ജഡത്തിൽ നിന്ന് നമ്മുടെ ആത്മാവൊന്ന് പിരിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് നിന്നെ വേണ്ട, നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ട, നിന്റെ കുടുംബത്തിന് വേണ്ട, ആർക്കും വേണ്ട. ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട. പുറപ്പെടുന്ന സമയം, ആ മയ്യത്തെടുത്ത് പുറത്തേക്കിറങ്ങുന്ന സമയം ഒന്നും മനം പൊട്ടി ഒരു കരയലുണ്ട്. ആ കരയലോടുകൂടെ സർവവും കഴിഞ്ഞു. നിന്നെ ചുമന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ.
കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മെടക്ക് പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. എത്രയാണ് കിടക്കേണ്ടത്? സുറന്ന കാഹളം ഒരു ദിനം മുഴങ്ങുന്നതാ. അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ. എത്ര കാലമായി? 50 വർഷമായി വല്ലിപ്പ മരിച്ചിട്ട്, 100 വർഷമായി വല്ലിപ്പാൻ്റെ ഉപ്പ മരിച്ചിട്ട്, 150 വർഷമായി അവരെ ഉപ്പ മരിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, എത്ര പഴക്കമുള്ള മയ്യിത്തുകൾ ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നമ്മുടെ പരിസരത്തുള്ള നാടുകളിലുണ്ട്. നാളെ കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ وعد نفسك من أصحاب القبور. എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, ഏത് സമയത്തും ആ യാത്രയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. അല്ലാഹുവേ, നല്ലൊരു യാത്ര ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാ. ആ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന സമയം കണ്ടോ, ചിതലും പുഴുക്കൾ തവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലെ വിടുണ്ടേ. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ടേ. അയ്നൽ ഉലമാഉൽ മദ്കൂറൂന ഫിൽ ബുൽദാൻ അയ്നൽ ഖറാബത്തു വൽ ഇഖ്വാൻ അയ്നൽ അഹിബ്ബത്തു വൽ ഖുല്ലാൻ വല്ലാഹ് സുമ്മ വല്ലാഹ് قد أرملوا النسوان وأيتموا الولدان. അതേ, താജുൽ ഉലമ പോയി, മദനീതങ്ങൾ പോയി, അമ്പിയാക്കൾ പോയി, ഔലിയാക്കൾ പോയി, സ്വാലിഹീങ്ങൾ പോയി. അവരൊക്കെ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി നിൽക്കുമ്പോൾ സാധുക്കളായ നമ്മളും പോകാണ്. എവിടത്തേക്കാണ് പോകുന്നത്? എവിടെ നിന്റെ സഹോദരങ്ങൾ? എവിടെ? നിന്നോട് ചോദിക്കാണ്, നിന്റെ സഹോദരിമാരെവിടെ? സ്വന്തം മക്കളെ യത്തീമക്കളാക്കിക്കൊണ്ട്, ഭാര്യമാരെ വിധവകളാക്കിക്കൊണ്ട് അതാ അവര് പുറപ്പെട്ടു. വൗദിരിജു ഫിൽ ലഫായി ഫിൽ അക്ഫാൻ. കഫംപുടകളിലേക്ക് അവർ പോകുന്നു. കഫംപുടകളിൽ പൊതിഞ്ഞുകൊണ്ട് ഇനി യാത്രയാണ്. വഉഖ്രിജൂ മിൻ സഅത്തിൽ ഔത്താൻ. ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിൻ്റെ ആസ്വാദനത്തിൽ നിന്ന് മുഴുവനും മറിച്ച് കളഞ്ഞ്, എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ് അവരതാ പുറപ്പെടുകയാണ്. എവിടത്തേക്ക് പുറപ്പെടുകയാണ്? ഇലാ ബുയൂത്തിൽ ഹശറാത്തി വദ്ദീദാൻ. പുഴുക്കളും അതുപോലെ ചിതലുകളും നിറഞ്ഞു നിൽക്കുന്ന ഖബറിലേക്ക് പോകുന്നു. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലെ അവിടുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. അഴുകുന്നതാണ് 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ, നമുക്കുള്ള നേത്രം 2.
നിന്റെ മസിലുകളിലും നിന്റെ മാംസങ്ങളിലും മാംസപേശികളിലും നിന്റെ കുടലുകളിലും നിന്റെ വയറുകളിലും നിന്റെ കിഡ്നിയിലും നിന്റെ ഹാർട്ടിലും നിന്റെ വയറിലും ശരീരമാശകലം പുഴുക്കളെ നിറഞ്ഞ് സഞ്ചരിക്കുന്നു. 3 ദിവസമാകുമ്പോഴേക്ക് ആ ഖബറിന്റെ അകത്തളത്തിൽ കിടന്നുകൊണ്ട് നിന്റെ 2 കണ്ണുകളും പൊട്ടിയൊലിക്കുന്നു. അഴുകുന്നതാണ് 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള കണ്ണുകൾ 2. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2. കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. അതിമനോഹരമായ നിന്റെ കവിൽത്തടങ്ങള് ചീഞ്ഞൊലിച്ച് നിറഞ്ഞു ഒഴുകിപ്പോയി. നിന്റെ കണ്ണ് പൊട്ടിയൊലിച്ച് കബറിൽ നിറഞ്ഞുപോയി. നിന്റെ ശരീരമൊന്നെടുക്കാൻ കബറിലേക്ക് വന്ന് നിന്നെയൊന്ന് പൊക്കിയാൽ മുഅ്മിനേ, വെറും എല്ലിൻ്റെ തോലുകളായി, വെറും എല്ലിൻ്റെ കഷ്ണങ്ങളായി നിന്നെ അതാ കബറിൽ നിന്ന് കാണുന്നു. ആരാണ് മരിച്ചതെന്ന് തിരിച്ചറിയുന്നില്ല. ഖബറിൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പാരത്രിക ലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനം അത് നിന്റെ ഖബറാണ്. അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ ഒക്കെയും വന്നിട്ടുമാ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. സദഖ റസൂലുള്ളാഹി ثم عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف ناصر الكرم مولاي صل وسلم دائما أبدا كخير الخلق كلهم. 10 ആളുകൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള പെർമിഷൻ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്തു. അതിൽ പ്രമുഖരായ ഒരാളാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുടെ ചരിത്രത്തിൽ കാണാം, സയ്യിദുനാ ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒലിക്കുന്നതണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ഖബറിനെ കുറിച്ച് പറയുമ്പോൾ, ഖബർ കാണുമ്പോൾ, ഖബറിനെ കേൾക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ മഹാൻ. സുബ്ഹാനല്ലാഹ്. ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോഴും ഖബറിനെ കുറിച്ച് പറയുമ്പോഴും ഖബറിനെ കുറിച്ച് കാണുമ്പോഴും മഹാനവറുകൾ പൊട്ടി പൊട്ടി കരയുകയാണ്. മഹാനവറുകളോട് ചോദിക്കുകയാണ്, ഓ പ്രിയമുള്ള ഉസ്മാൻ എന്നവരെ, ഖബറിനെ കുറിച്ച് പറയുമ്പോഴേക്ക് നിങ്ങൾ കരയുന്നല്ലോ, നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നല്ലോ എന്തേന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു വൈസറു മിൻഹു ഫഇൻ ലം യൻജു ഫമാ ബഅദഹു വശദ്ദു മിൻഹു ഔ കമാ ഖാൽ
സുബ്ഹാനല്ലാഹ്, അവിടെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ വിഷയവും എളുപ്പമാണ്. അവിടെ രക്ഷപ്പെട്ടില്ലെങ്കിലോ പിന്നെ എൻ്റെ പാരത്രിക ജീവിതം മൊത്തം കഷ്ടത്തിലല്ലേ. എൻ്റെ ഖബർ എനിക്ക് രക്ഷപ്പെടുമെന്നറിഞ്ഞുകൂടാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞ് കരഞ്ഞ് സുബ്ഹാനല്ലാഹ് കവിളിത്തടങ്ങളിൽ ഒരു ചാല് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബർ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ആ ഖബറിലേക്ക് ചെല്ലുന്ന സമയം നിങ്ങൾ നോക്കുക, എത്ര ബേജാറുള്ള സമയമാണ്. നാം ഈ വിശാലമായ പ്രവിശാലമായ ഭൗതിക ലോകത്ത് എത്ര റാഹത്തിലാണ് നമ്മൾ കഴിയുന്നത് കണ്ടോ. വെളിച്ചവും കാറ്റും അതുപോലെ തന്നെ എല്ലാ സുഖസൗകര്യങ്ങളും നമ്മളെ മുമ്പിലുണ്ട്. എന്ത് റാഹത്തിലാണ് കഴിയുന്നത്. വീടിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഫാനുണ്ട്, എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മളെ ജഡം എടുത്തുകൊണ്ട് ആ മണ്ണറയാകുന്ന ഖബറിലേക്ക് വെക്കലോടുകൂടി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആ മയ്യത്ത് ഖബറിലേക്ക് ഒരൊറ്റ വെക്കലിട്ട് വെച്ചാൽ സുബ്ഹാനല്ലാഹ്, പിന്നെ അടുത്ത് തന്നെ നമ്മുടെ മുകളിൽ അതാ വലിയ വലിയ കല്ലുകൾ നിരത്തുകയാണ്. ആ കല്ലുകൾ നിരത്തലോട് കൂടെ പുറത്തു നിന്ന് ആളുകൾ മണ്ണെടുത്തുകൊണ്ട് ഖബർ നിറക്കുന്നു. നമ്മുടെ വെളിച്ചം അസ്തമിച്ചോ, നമ്മുടെ വൈദ്യുതി നിലച്ചോ, നമ്മുടെ ഫാന് കട്ടായി, എയർ കണ്ടീഷൻ നിലച്ചുപോയി, വായു നിന്നുപോയി. വിശാലമായ പ്രവിശാലമായ പ്രപഞ്ചത്തിൻ്റെ സർവ സൗകര്യങ്ങളും അസ്തമിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ഖബറിലേക്കൊരു മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ ഖബറിൻ്റെ അദാബ് വല്ലാത്ത അദാബാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോഴും നിസ്കരിക്കുന്ന സമയം അത്തഹിയാത്തിൽ اللهم إني أعوذ بك من عذاب القبر وفتنته ومن عذاب النار എന്ന് ദുആ ചെയ്തിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ നിസ്കരിക്കുമ്പോഴും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ അർജന്റായിട്ട് ഓടിപ്പോകുന്നല്ല, വലിയ അർജന്റായ നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് പെട്ടെന്ന് നിസ്കാരം തീർത്ത് ഓടണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദും പറഞ്ഞ് ഓടിപ്പോകും അത്തഹിയാത്തിൽ. അത്തഹിയാത്ത് ഓതുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദും പറഞ്ഞ് പെട്ടെന്ന് സലാം വീട്ടി ഓടിപ്പോകും. ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയാ, മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അത്തഹിയാത്തിലും ഖബറിനെ കുറിച്ച് അല്ലാഹുവിനോടതിൻ്റെ അദാബിനെ തൊട്ട് കാവലിനെ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടത്താറുണ്ട്. അതില്ലാത്തൊരു നിസ്കാരം ഞാൻ കേട്ടിട്ടേ ഇല്ല. നിങ്ങൾക്കറിയില്ലേ, സഅദ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായി. മഹാനകൾ വഫാത്തായിട്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ഖബറിലേക്ക് വെക്കുന്നു. ഖബറിലേക്ക് വെക്കുമ്പോൾ ആ ഖബറിൻ്റെ പരിസരത്ത് മുഴുവനും സ്വഹാബത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ധാരാളം സ്വഹാബത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചൊല്ലാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തും ചൊല്ലുന്നു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു. കുറച്ച് കഴിഞ്ഞ് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സ്വഹാബത്ത് പറയാണ്, ഞങ്ങളും ചൊല്ലി സുബ്ഹാനല്ലാഹ് ചൊല്ലി, ഞങ്ങളും ചൊല്ലി അൽഹംദുലില്ലാഹ് ചൊല്ലി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത്
വല്ലാത്തൊരു സന്തോഷം കാണുന്നുണ്ട്. ആ സന്തോഷം കാണുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്വഹാബത്തതാ മഹാനായിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് മറമാടി തിരിച്ചു പോരുന്ന സമയത്ത് ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എത്രയോ ജനാസകളിൽ ഇവിടെ മറമാടാറുണ്ട്, ആ സമയത്തൊന്നും അങ്ങ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് ഞങ്ങൾ കേട്ടിട്ടില്ല, അൽഹംദുലില്ലാഹ് ചൊല്ലിയത് കേട്ടിട്ടില്ല, അല്ലാഹു അക്ബർ ചൊല്ലിയത് കേട്ടിട്ടില്ല. ഇപ്പം എന്തേ സുബ്ഹാനല്ലാഹി ചൊല്ലിയല്ലോ, അൽഹംദുലില്ലാഹ് ചൊല്ലിയല്ലോ, അല്ലാഹു അക്ബർ ചൊല്ലിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓ സഹാബാ, ലഖദ് തലായഖ അലാ ഹാദാ സ്വാലിഹി ഖബ്റുഹു. ആ സ്വാലിഹായ മനുഷ്യൻ്റെ മേലിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മേലിൽ അദ്ദേഹത്തിൻ്റെ ഖബർ ഇടുങ്ങിപ്പോയി. ഖബറിൽ ആര് ചെന്നാലും ഖബറെടുക്കും, ആര് പോയാലും ഖബർ പിടിച്ച് ഇടുക്കിക്കളയും. ഏത് മനുഷ്യൻ പോയാലും ഖബർ ഒന്ന് പിടിച്ച് നമ്മെ ഒന്ന് കൂട്ടിപ്പിടിക്കും. അത് മണ്ണിലേക്ക് ചേരുമ്പോഴുള്ള സന്തോഷം പ്രകടിപ്പിക്കുക. ആ ഖബർ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും, ആ മണ്ണിൽ നിന്നാണ് അല്ലാഹു നമ്മളെ പടച്ചത്, ആ മണ്ണിലേക്കാണ് അല്ലാഹു നമ്മളെ മടക്കുന്നത്. ആ മടക്ക സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഖബർ നമ്മളൊന്നും ഇങ്ങോട്ട് കൂട്ടിപ്പിടിക്കും. ആ കൂട്ടിപ്പിടിക്കുമ്പോൾ സ്വാലിഹായിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കാരുണ്യം ചെയ്യുന്ന, അവൻ ഇഷ്ടപ്പെട്ട എൻ്റെ അടിമകൾക്ക് ആ പിടുത്തം അവർക്ക് ശരീരത്തിനൊരു സുഖമായിരിക്കും. അതേസമയം സുബ്ഹാനല്ലാഹ്, ആ ഒരൊറ്റ പിടുത്തത്തിൽ അവൻ്റെ വാരിയല്ലുകൾ കോർക്കും വിധം ഖബർ എടുക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, വമഖ്തസ്സ അർശുല്ലാഹി മിൻ അജ്ലി ഹാലികി സമിഅനാ ബിഹി ഇല്ലാ ലിസ്സഅദി ബി അംരി. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, അവരുടെ വഫാത്ത് കാരണം അർശ് പോലും കിടുകിടുത്തു എന്ന് മഹത്തുക്കൾ പാടിയിട്ടുണ്ട്. അത്ര വലിയ മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ഖബറിൽ വെച്ചപ്പോഴാണ് ഖബറെടുക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഖദ് തലായക അലാ ഹാദാ സ്സാലിഹി ഖബ്റുഹു. ആ സ്വാലിഹായ മനുഷ്യനെ ഖബറിലേക്ക് വെച്ചപ്പോൾ ആ മനുഷ്യനെ ഖബറടുക്കി പോയി. അങ്ങനെ ഞാൻ തസ്ബീഹ് ചൊല്ലി, സുബ്ഹാനല്ലാഹ് ചൊല്ലി. ഞാൻ സുബ്ഹാനല്ലാഹ് ചൊല്ലിയപ്പോൾ ഖബർ ആ പിടുത്തം വിട്ടു. പിന്നെയോ ഞാൻ അൽഹംദുലില്ലാഹ് ചൊല്ലി, സന്തോഷം വന്നു, സുബ്ഹാനല്ലാഹ്. ഞാൻ പിന്നെ ആ സന്തോഷം വന്ന് ഖബർ വിട്ട് ആ സന്തോഷം കണ്ട സമയത്ത് ഞാൻ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മാൻ്റെ ഖബറിൽ ഞാൻ കൊണ്ടുപോയി വെക്കുന്നു, ഉപ്പാനെ കൊണ്ടുപോയി വെക്കുന്നു, നമ്മളെ ഉസ്താദന്മാരെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നു. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ വലിയ തിരക്കാണ്, വലിയ തിരക്കുള്ളവരാണ് നമ്മൾ. എന്നിട്ടോ ആ ഖബറിൽ വെച്ച ഉടനെ തന്നെ ഒന്ന് ദ്വാരന്ന് കിട്ടാൻ നിൽക്കുക. ഉസ്താദിൻ്റെ ദ്വാര കഴിഞ്ഞതിൻ്റെ മുമ്പ് തന്നെ പിരിഞ്ഞു പോകൽ തുടങ്ങും. ആയിട്ടില്ല, ഖബറിൻ്റെ അടുത്ത് നിൽക്കണം. മോനെ നീയൊന്ന് നിൽക്കണം, ഉപ്പാ മോൻ്റെ ഖബറിൻ്റെ അടുത്ത് നീയൊന്ന് നിൽക്കണം. പ്രിയപ്പെട്ട ശിഷ്യ, നീ ഉസ്താദിൻ്റെ ഖബറിൻ്റെ അടുത്തൊന്ന് നിൽക്കണം. ഉസ്താദിൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. നിങ്ങൾ തസ്ബീഹ് ചൊല്ലണേ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. നമ്മൾ എളുപ്പത്തിനും വേണ്ടി ഇപ്പോൾ പുതിയ പരിപാടിയാണ്. എളുപ്പത്തിനും വേണ്ടി മയ്യിത്ത് എടുത്തേക്കുമ്പോൾ തന്നെ തസ്ബീഹ് അങ്ങ് നോക്കും. അത് തർക്കം ചെല്ലോടുകൂടി തസ്ബീഹ് നിർത്തിയേക്കും ചെല്ലും. പക്ഷേ അത് ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ സുന്നത്ത് തസ്ബീഹ് മയ്യിത്തിനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, മറമാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം അവിടെ നിന്ന് ഒരു ഒട്ടകത്തിനടുത്ത് വിതരണം ചെയ്യുന്ന സമയം, ചുരുങ്ങിയതൊരു മണിക്കൂർ സമയം ആ ഖബറിൻ്റെ അടുത്ത് നിന്ന് നാം
തസ്ബീഹ് ചൊല്ലണം എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അത് ഖബറാളിക്ക് സുഖമാണ്, ഖബറാളിക്ക് സന്തോഷമാണ്. നിങ്ങൾ നോക്ക് മക്കളെ, നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, സുഖമില്ലാതെ വീട്ടിൽ കിടക്കുമ്പോൾ, നമ്മൾ സുഖമില്ലാതെ വീട്ടിൽ ഇങ്ങനെ കിടക്കുക, നമ്മളെ പ്രിയപ്പെട്ട മോൻ നമ്മളുടെ അടുത്ത് വരുമ്പോൾ എന്ത് സന്തോഷമാണ് നമുക്ക്, അല്ലേ? അവൻ്റെ സൂക്കടൊക്കെ മാറിപ്പോയി. മറ്റേ മോൻ പറയും ഉപ്പാൻ്റെ സൂക്കട് മാറാനേ, മോൻ ഇവിടെ വന്നാൽ, ചെറിയോൻ ഇവിടെ വന്നാൽ ഉപ്പാൻ്റെ എല്ലാ സൂക്കടും മാറുമെന്ന് നമ്മൾ പറയും, അല്ലേ? അതെന്താ? അതൊരു മഹബത്താണ്, ഒരു സ്നേഹമാണ്. അതുപോലെ ഉസ്താദന്മാർ, പ്രിയപ്പെട്ട ശിഷ്യന്മാർ, സ്നേഹിക്കുന്ന ശിഷ്യന്മാരുണ്ടാകും, അവരെടുത്ത് വരണം. അവർ വന്നാൽ അപ്പോഴാണ് അവരോട് സ്നേഹമുണ്ടാകുക. അവരെ ഖബറിൻ്റെ അടുത്ത് പോകണം. ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നാം ചെല്ലുന്നത് അവരേറ്റവും സന്തോഷിക്കുന്നു. നിങ്ങൾ ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ടില്ലേ? ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ടില്ലേ? ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ദുആ ചെയ്ത് വരുമ്പോൾ, ഉപ്പൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി ദുആ ചെയ്ത് വരുമ്പോൾ, ആ ഖബറിൽ നിന്നൊരു മാനസികമായ വിളിയാളം നിങ്ങൾക്ക് വരും. എന്താ വിളിയാളം? ഉമ്മ ചോദിക്കും, മോനെ നീ ഇപ്പം തന്നെ പോവുകയാണോ? നിന്നെ പഠിച്ചു പോറ്റി വളർത്തിയ നിന്റെ ഉമ്മ, കഷ്ടപ്പെട്ട നിന്റെ ഉമ്മ, കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ ഉപ്പ ഖബറിൽ നിന്ന് ചോദിക്കും, മോനെ ഇത്ര അർജന്റായി നീ പോവുക, ഒരു യാസീനും അതാനും കൂടി സമയമല്ലേ എന്ന് സ്വാലിഹായ മനുഷ്യന്റെ കൽബിലേക്ക് വിളിയാളം വരും ഖബറിൽ നിന്ന്. മരിച്ചു മറവ് ചെയ്ത ഉടനെ തിരിച്ചു പോകരുത്, ഖബറിൻ്റെ അടുത്ത് നിൽക്കണം. അവിടെ നിന്ന് നാം തസ്ബീഹ് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പഠിപ്പിച്ചത്. ലൗ നജാ അഹദും മിൻ ലൗതത്തിൽ ഖബർ ലനജാ സഅദുൻ. നിങ്ങൾ നോക്കൂ, മഹത്തുക്കൾ പറഞ്ഞില്ലേ, ആ ഖബറിൻ്റെ ദൗത്യത്തിനെ തൊട്ട്, അതിൻ്റെ ആ കൂട്ടിപ്പിടുത്തത്തെ തൊട്ട് വല്ലൊരുത്തനും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അർശ് കിടുകിടാ വിറച്ച മഹാനായിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു ആ ഖബറിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല, നമുക്കൊക്കെ വരാനിരിക്കുന്നു. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. അല്ലാഹ് അർഹമുർ-റഹീമീനായ റബ്ബേ, ആ ഖബറിലേക്ക്, ഇരുളരായ ഖബറിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി വെക്കുന്ന സമയം അല്ലാഹുവേ, നിന്റെ രക്ഷയില്ലാത്ത മറ്റ് രക്ഷകളൊന്നുമില്ല. ആ സമയത്ത് നീ ഞങ്ങളെ രക്ഷിക്കണേ പടച്ചോനെ, വേറെ ആരും ഞങ്ങളെ രക്ഷിക്കാനില്ല. ആ സമയത്ത് നീ ഞങ്ങളെ രക്ഷിച്ചു തരണേ അല്ലാഹുവേ. നിങ്ങളെ നമ്മളെപ്പോഴും ദുആ ചെയ്യുക, വല്ലാത്തൊരു ദുആയാണത്. വളരെ പ്രധാനമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തോടു കൂടി പറയാ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മളെ ഉപ്പമാരും ഉമ്മമാരും, അവരുടെ സ്നേഹം, അവരോടുള്ള മഹബത്ത്, അത് നമ്മളെ കൽബിലില്ലെങ്കിൽ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല. ഖബറിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളും. ഉമ്മമാർ മനസ്സിലാക്കണം, സഹോദരിമാർ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ, പ്രിയപ്പെട്ട ഗുരുവര്യന്മാരുടെ പൊരുത്തമില്ലെങ്കിൽ ഖബറിൽ കിടക്കാൻ കഴിയൂല, ഒരിക്കലും രക്ഷ കിട്ടൂല. ഞാൻ ചെറിയൊരു സംഭവം ഓർത്തു പോവുകയാണ്. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുന്ന ഒരു ചരിത്രം കാണാം. വിശുദ്ധമായിരിക്കുന്ന ഹറമിലേക്ക് ഒരു വ്യക്തി ഉമ്മയെ ഏറ്റിയിട്ട് വരിക. ഒരാൾ ഉമ്മനെ തോളിലേറ്റിയിട്ട് വരിക. ഉമ്മനെ തോളിലേറ്റിട്ട് വരുന്നത് എന്തിനാ? ഹജ്ജിന് വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ അയാൾ വന്നു, പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്തു, സഫാ മർവകളിൽ സഅയ് കഴിഞ്ഞു, അങ്ങനെ പല കർമ്മങ്ങളും ചെയ്തു. അതിൻ്റെ ഇടയിൽ അയാൾ അറഫയിൽ പോയി, മിനയിൽ പോയി, മുസ്ദലിഫയിൽ പോയി, എല്ലാം കഴിഞ്ഞു. അയാൾ ഹജ്ജിൻ്റെ സീസണിൽ മൊത്തം സുഖമില്ലാത്ത ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട്, ചെറിയ മക്കളെ തോളിലിരുത്തുന്നത് പോലെ തോളിലിരുത്തിക്കൊണ്ട് ഉമ്മയെയും കൊണ്ട് അയാൾ എല്ലാം നടന്ന് അവസാനം ക്ഷീണിതനായ സമയത്ത് അയാൾ കുറേ നേരം ഇങ്ങനെ നോക്കി, എവിടെയാ ഒന്ന് വിശ്രമിക്കാൻ നോക്കുമ്പോൾ ദൂരെ അദ്ദേഹം ഒരു വൃക്ഷം കണ്ടു. ആ വൃക്ഷത്തിന് ചെറിയൊരു തണൽ കണ്ടു. ആ തണലിൻ്റെ അടുത്തേക്ക് ഈ ഉമ്മയെയും കൂട്ടിപ്പിടിച്ച് അയാൾ മെല്ലെ നടന്ന് ആ വൃക്ഷത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാ ഞാൻ കുറച്ച് സമയങ്ങളെ താഴെ വെക്കട്ടെ എന്ന് ചോദിച്ചു. വെച്ചോളൂ മോനെ. ആ ഉമ്മയെ താഴെ വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വഴിയതാ ഒരു ആലിമ് വരുന്നു. ആലിമായ മനുഷ്യൻ അതിലെ കടന്നു വരുന്നു. അപ്പം ആ ആലിമിനോട് ഇയാൾ ചോദിക്കുക, ഈ ഉമ്മയെ ഏറ്റിക്കൊണ്ട് കിടന്ന് ഇയാൾ ചോദിക്കുക, പ്രിയപ്പെട്ട ഉസ്താദേ,
ഞാൻ എൻ്റെ ഉമ്മയെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയെ തോളിൽ വെച്ച് നടന്നു വന്നു. ഇവിടെ വന്ന് ഈ കാണുന്ന അറഫയിലും മിനയിലും മുസ്ദലിഫയിലുമൊക്കെ ഈ ചുട്ടുവരിയുന്ന വെയിലത്ത് തോളിൽ വെച്ചുകൊണ്ട് ഉമ്മയെ ചുമന്നുകൊണ്ട് നടന്നവനാണ് ഞാൻ. എനിക്ക് എൻ്റെ റബ്ബ് പൊറുത്തു തരുമോ? എൻ്റെ ഉമ്മയുടെ പൊരുത്തം എനിക്ക് കിട്ടുമോ? എൻ്റെ ഉമ്മാന്റെ പൊരുത്തം കിട്ടാൻ എനിക്ക് ഈ അമല് മതിയാകുമോ? ഈ അമല് മതിയോ എൻ്റെ ഉമ്മന്റെ പൊരുത്തം കിട്ടാൻ എന്ന് ചോദിക്കുമ്പോൾ ആ പണ്ഡിതൻ തിരിച്ചു ചോദിക്കുക, നീ ഇപ്പം എത്ര ദിവസമായി വന്നിട്ട്? ഞാനൊരു മാസമായി. ഒരു മാസമായി നീ കറങ്ങുന്നു അല്ലേ? ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ നീ കാട്ടിക്കാൻ പോയി, മൂത്രിക്കാൻ പോയി, ഭക്ഷണം കഴിക്കാൻ പോയി, ഉറങ്ങാൻ നിന്നു. ഈ സമയത്തൊക്കെ ഉമ്മാൻ ഇറക്കി വെച്ചില്ലേ? ഉമ്മാൻ ഇറക്കി വെച്ചു. എന്നാ നിനക്കറിയോ, 9 മാസം നിന്റെ ഉമ്മാന്റെ വയറ്റിലാ നീ കഴിഞ്ഞത്. 9 മാസം നിന്റെ ഉമ്മയുടെ, പ്രിയപ്പെട്ട ഉമ്മയുടെ വയറ്റിൽ നീ കഴിഞ്ഞിട്ടുണ്ട്. ആ 9 മാസത്തിൻ്റെ ഇടയിൽ ഒരു സെക്കൻഡ് നിന്നെടുത്ത് പുറത്തു വെച്ചിട്ടില്ല. ഒരു സെക്കൻഡ് സമയം ആ വേദനകളും യാതനകളും സഹിക്കുന്ന സമയത്ത് ഒന്നെടുത്ത് പുറത്തു വെച്ചിട്ടില്ല. അങ്ങനെ നിന്നെ വയറ്റിൽ കൊണ്ട് നടന്ന നിന്റെ ഉമ്മയില്ലേ, ആ ഉമ്മയോട് നീ ഇത്ര ചെയ്താലും അതൊന്നും എല്ലാ ഉമ്മാന്റെ പൊരുത്തം കിട്ടാൻ ഈ അമലോടൊന്നും കഴിയൂല മോനെ.